മറയാക്കിക്കൊണ്ട് തന്നെ ഷെയർ മുബാറക്കിനെതിരെ തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായി ഒരുപടി ആളുകൾ, അതിന്റെ നീണ്ട ലിസ്റ്റ് ഈ ജിഷാൻ മാഹി തന്നെ എനിക്ക് തന്നു. അതിൽ പ്രഗത്ഭരുണ്ട്, പ്രശസ്തരുണ്ട്, പ്രവർത്തകരുണ്ട്, സാധാരണക്കാരുണ്ട്, കുടുംബിനികളുണ്ട്, എല്ലാവരും പെടുന്ന ഒരു വലിയ ശൃംഖലയെ ഇദ്ദേഹം മാറ്റിയതായി. അതിൽ പലരെയും പല വിധത്തിലും ബന്ധപ്പെട്ടപ്പോൾ അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അവരെ മാറ്റിയിട്ടുണ്ട് ഇയാളെന്നും വ്യക്തമായിട്ടുണ്ട്. ഈ സമയങ്ങളിലൊക്കെ ഈ ഓരോ മാറ്റങ്ങളെയും പൊന്മുള അബ്ദുൽ മുസ്ലിയാരെ ഇദ്ദേഹം അറിയിച്ചുകൊണ്ടിരുന്നതിന്റെ വ്യക്തമായ സംഭാഷണങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ കേരളത്തിൽ ഈ ഷെയർ മുബാറക്ക് വിവാദ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയിരുന്ന നൗഷാദ് അഹ്സനിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാനും മാറ്റാനും ഒരു ശ്രമം നടത്തുകയും അതിന്റെ ഭാഗമായി നൗഷാദ് അഹ്സനിയെ പൊന്മുള അബ്ദുൽ മുസ്ലിയാരുടെ അടുത്ത് കൊണ്ടുപോവുകയും ഫോൺ വിളിച്ച് സന്ദേശങ്ങൾ നൽകുകയും ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ പോലും അവിടെ എത്തിക്കുന്ന സാഹചര്യം തെളിവുകളോട് സമർപ്പിക്കാൻ എനിക്ക് സാധിക്കും. ഇങ്ങനെ കേരളത്തിലെ ഒരുപാട് ആളുകളെ മാറ്റിയ ജിഷാൻ മാഹിയുടെ ഈ കാപട്യത്തിന്റെ ശൈലിയും പൊന്മുള അബ്ദുൽ മുസ്ലിയാരുടെ ഈ കപടമായ പ്രവർത്തനത്തിന്റെ മുഖവും വിശ്വാസികളായ സുന്നികൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചിട്ടില്ല എങ്കിൽ വരും നാളുകളിൽ ഈ വിശ്വാസികൾ ജിഷാൻ മാഹിയെയും പൊന്മുള അബ്ദുൽ മുസ്ലിയാരെയും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച അലി സഖാഫി കോത്തൂരിനെയും മബ്ബുൽ സഖാഫി മൻകാരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഫുദ്ദീനെയും അതുപോലുള്ള ഒരുപാട് ആളുകളെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാനും വിശുദ്ധമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശത്തിനെതിരെ തെറ്റായ വിധത്തിൽ ജനങ്ങൾ ചിന്തിക്കാനും കാരണമാവും എന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും കടുത്തൊരു ശ്രമത്തിന് ഞാൻ വരേണ്ടി വന്നത്. എനിക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തെ എതിർത്തതുകൊണ്ട് ഇവിടെ മറ്റു സംവിധാനങ്ങളെക്കുറിച്ചോ സാഹചര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കേണ്ടതില്ലാത്ത വിധം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്കൊരു കടപ്പാടുണ്ട്. വിശ്വാസി എന്ന നിലയിലുള്ള കടപ്പാടാണ് എന്നെ അതിന് നയിക്കുന്നത്. നാളെ മുസ്ലിം എന്ന നിലയിൽ എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശകനായിടാൻ ഇത് അനിവാര്യതയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവെന്നെ പ്രതികരണത്തിന് നിർബന്ധിതനാക്കും. ഇത് പ്രതികരിച്ചതിന്റെ പേരിൽ ഒരുപക്ഷെ എന്റെ പേരിൽ നടപടികൾ ഉണ്ടായേക്കാം. എനിക്ക് മാന്യമായ ആ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത പൊന്മുള അബ്ദുൽ മുസ്ലിയാരെയും ശക്തമായി ഈ കപടതയുമായി മുന്നേറിയതിന്റെ പേരിൽ അദ്ദേഹത്തെയും ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാനമാനങ്ങളിൽ നിന്ന് വിലക്കണമെന്ന് കൂടി എനിക്ക് എന്റെ ബഹുമാനപ്പെട്ട നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ. അതിനിടയിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം, നിങ്ങൾ എന്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഇത് നിങ്ങൾ അറിയിച്ചില്ല എന്ന് ചോദിച്ചേക്കാം. ഒരിക്കലും ഞാൻ അറിയിക്കാതിരുന്നതല്ല. ഞാൻ അറിയിച്ചാൽ അതുകൊണ്ട് ഫലമില്ലെന്ന് ആദ്യം തന്നെ പൊന്മുള ഞങ്ങളോടുമായുള്ള സംഭാഷണത്തിൽ ഈ ഞങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായുണ്ടായ ടോക്കുകൾക്കിടയിൽ ഒരു സമയത്ത് പൊന്മുള പറഞ്ഞതിന്റെ രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറയിൽ വെച്ച് ഈ കേസത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു വിശ്വാസവുമില്ല, ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ ഓഡിയോ രേഖ എന്റെ കയ്യിലുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ 100-ലധികം ഞെട്ടിക്കുന്ന രേഖകൾ, ഓഡിയോ, വീഡിയോ, മറ്റു രേഖകളൊക്കെ ഞങ്ങൾക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പൂർണ്ണമായും എതിർപക്ഷത്ത് ഒരു നിഷേധിയുടെ സ്ഥലത്തിൽ നമ്മുടെ അബ്ദുൽ മുസ്ലിയാർ അൽ ഖാസിമി രംഗത്തുണ്ട് എന്നതാണ് ദൗർഭാഗ്യകരമായ വസ്തുത. അതിനിടയിൽ ഒരുപക്ഷെ സമൂഹം ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് അൽ ഖാസിമി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്? അദ്ദേഹം പഠിച്ചത് ഉത്തരേന്ത്യയിലെ തബ്ലീഗുകാരുടെ ഖാസിം നാനുത്തവിയുടെ കോളേജിലാണ്. ആ കോളേജിൽ നിന്ന് കിട്ടുന്ന പേരാണ് ഖാസിമി എന്നത്. ആ പഠനകാലത്ത് ദൈവബന്ദി സ്ഥാപനത്തിൽ പഠിച്ചതുകൊണ്ടുണ്ടായ ദൈവബന്ദി ആശയങ്ങൾ അദ്ദേഹത്തിന്റെ മനോതലങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതിന്റെ ഭാഗമാണ് തിരുശേഷിപ്പുകളെയും അതുപോലെയുള്ള മഹാന്മാരെയും വളരെ ബുദ്ധിപൂർവ്വം എതിർക്കുന്നൊരു ശൈലി ദൈവബന്ധിച്ചതാണ്. അങ്ങനെ അദ്ദേഹം നടത്തിയ ഈ കപട നാടകത്തിന്റെ പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ നടത്തിയ കപട നാടകത്തിന്റെ മുഖം അദ്ദേഹത്തിന്റെ സംഭാഷണത്തിന്റെ ഓഡിയോയിലൂടെ ഞാനിവിടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കുക. ഇപ്പൊ ഒന്നായിട്ട് പറയുന്ന അടുത്ത ആളുടെ ബുദ്ധിമുട്ട് ഇപ്പൊ എല്ലാ ഉസ്താദ് ഇതെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യന് മർക്കസിൽ വന്നിട്ടുണ്ടല്ലോ, അറിയുന്നത് ഈ ജാരിയ പോലെ മർക്കസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ
ഇയാള് മിഞ്ഞാന്ന് എത്തിയത്. ഇയാൾ എത്തിയെന്ന് മാത്രമല്ല, ഒരുപാട് ഞാൻ ഉസ്താദിന് പറയാൻ കുറെ വിഷയമുണ്ട്. ഒന്നാമത്തെ ഉസ്താദ് പകൽ വിളിക്കുമ്പോൾ സെൽക്കിലേറ്റു, രാത്രിയാണെങ്കിൽ ചിലപ്പോ ഉറങ്ങിപ്പോലെ വിളിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇയാള് വന്ന് ആര് കൊണ്ടാണ് ഞാന്നറിയില്ല, ഹക്കീമാണ് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തെന്നാണ് ഞാൻ കേട്ടത്. ഇല്ല ഉസ്താദ് സ്ഥലത്തില്ല എന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇയാൾ വന്ന തന്നെ പിന്നെ ഒരു മുടിയായിട്ട് അവര് വന്നത്. ജീലാനി ജീലാനി തങ്ങളെ മുടിയൊന്നും പറ്റാതെ, പിന്നെ ഷേഖ് ജീലാനി തങ്ങളെ മുടിയൊന്നും പറ്റാതെ എളുപ്പം കൊണ്ടാണ്. അതിനേക്കാൾ ഇപ്പം വലിയ സങ്കടം എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങളെ ഉസ്താദിന്റെ അംജദിനെ കൊണ്ടാണ് ഇപ്പൊ പൊന്മ ഉസ്താദ് വരെ അത് ബോധ്യപ്പെട്ടില്ലെന്ന് അംജദിനോട് നിങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ട് പോലും. എനിക്ക് യാതൊരു എന്നിട്ട് പിന്നെ ഈ വിഷയത്തിൽ സംശയം ചോദിക്കുന്ന ആളുകളോട് ഇപ്പൊ പറയുന്നത് വെച്ചാൽ പൊന്മോൾ ഉസ്താദ് വരെ അത് പിന്നെ കണ്ടു ബോധ്യപ്പെട്ടവർ, ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടെന്നാണ് ഇപ്പൊ പ്രചരണം. ഞാൻ കണ്ടിട്ടില്ല അതിന് വീട്ടില്ല. എന്നോട് അവിടെയുള്ള വാക്ക് വിസ്താരം പറഞ്ഞപ്പോ ഞാൻ ഉള്ളോട്ട് ചിരിച്ചു. കാരണം നമുക്കറിയാലോ ഇതിന്റെ അവസ്ഥ. പിന്നെ ഇക്കാലത്ത് ഇതിന്റെ പിന്നാലെ പോന്നെ ഈ നിങ്ങളിപ്പോൾ കേട്ട ഓഡിയോയിലൂടെ അദ്ദേഹം മർക്കസിലുള്ള പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവേഷത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഒരു സുന്നി സാധാരണ പ്രവർത്തകൻ പോലും ഉപയോഗിക്കാത്ത വാക്കുകളാണ്. പിന്നെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിലും സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും എസ്വൈഎസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും ഒരു നേതാവ് പറഞ്ഞാൽ അയാളുടെ സ്ഥാനം എവിടെയാണെന്ന് നിശ്ചയിക്കാൻ വളരെ വലിയ ബുദ്ധിയൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നടത്തിയ മറ്റൊരു സംഭാഷണത്തിന്റെ ശകലത്തിലേക്ക് നിങ്ങൾക്ക് പോവാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നല്ലേ വിശേഷം? സ്ഥലയിലെന്താ തലയിലെന്താ കാണിക്കാം? ഇനിയിപ്പോ 20 ആകത്തിലല്ലേ ദിവസമുള്ളൂ. സ്ഥലം പള്ളി എടുക്കുന്നതിന്റെ സ്ഥലം അത് ശരി. അതിന്റെ സ്ഥലം ഇപ്പോഴും എന്നോട് ചെയ്തിട്ടില്ല. അത് ശരി. ഇയാള് വരുന്നുണ്ടോ ജാലിയവാല? അയാൾ അറിയാണ്ട് കൊണ്ടുവന്നോണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കൊണ്ടുവന്നാൽ തന്നെ അയാൾ തൽക്കാലം പ്ലാസ്റ്റർ ഇട്ട് തിരിച്ചാൽ മതി. കാരണം മൂപ്പർക്ക് കുറുള്ളാവ് വരെ ഓടാൻ അറിയില്ല. മൂപ്പരെയാണ് ഇപ്പോഴും പിന്നെ വലിയും ഷെയ്ഖും ഒക്കെ ആക്കിയിട്ട് ഒരാളും കൊണ്ടുനടക്കുന്നത്. അള്ളാഹു അല്ല, ഞാൻ എന്താ പറയും. ഒരു പ്രശ്നം ഉസ്താദ് അന്ന് നമ്മളോട് പറഞ്ഞ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഈ നാറ്റ കേസുമില്ല. നമുക്കൊരാൾ റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞ് തന്നു, നമ്മൾ ആ നിലക്ക് ഇതാത്ര കഥ കഴിഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് ഉപയോഗിച്ച ആൾക്കാർ കൂടിയിട്ട് അങ്ങനത്തെ മറ്റേ ഇയാൾ വരുമോ ഹസ്രജി? അതൊന്നും അറിയില്ല. ഇങ്ങനെ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നടത്തിയ ഒരുപാട് സംഭാഷണങ്ങളും അതുപോലെ ഇതുമായി അനുബന്ധമായുള്ള 100ഓളം ഓഡിയോ, വീഡിയോ, മറ്റു രേഖകളൊക്കെ തെളിയിക്കാൻ എനിക്ക് സാധിക്കും. കാന്തപുരം ഉസ്താദിനെതിരെ വളരെ മുമ്പ് തന്നെ 989 ഇദ്ദേഹം യുദ്ധം തുടങ്ങിയിരുന്നു. സമസ്ത ദൗർഭാഗ്യകരമായ പിളർപ്പിന് ശേഷം വളരെ ഐക്യത്തോട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാന്തപുരം ഉസ്താദ് കുവൈത്തിൽ മുസ്ലിം ഐക്യ കുവൈത്ത് കരാറിൽ ഏർപ്പെട്ട് തിരിച്ചു വരുമ്പോൾ യാദൃശ്ചികമായിട്ടൊരു കരാറായിരുന്നു. തിരിച്ച് നാട്ടിലെത്തി ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ മലപ്പുറത്തെ മാളിയേക്കൽ ടൂറിസ്റ്റ് ഹോമിൽ
മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട സുന്നി നേതാക്കളെ വിളിച്ചു ചേർത്തിട്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം കാന്തപുരം ഉസ്താദിനെ സമസ്ത ശാസിക്കണമെന്നും പുറത്താക്കണമെന്നും കാന്തപുരം ഉസ്താദുമായി സംഘടനയ്ക്ക് ബന്ധം പാടില്ലെന്നും പറഞ്ഞ് രഹസ്യയോഗത്തിൽ പ്രമേയം പാസാക്കുകയും അത് സമസ്തക്ക് നൽകുകയും ചെയ്ത അതിദാരുണമായ ഒരു ചതിയുടെ കഥ കൂടി പിന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം അന്ന് ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ അവരിരുന്ന് യോഗത്തിൽ എഴുതിയ മിനിറ്റ്സിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ രണ്ടാമത്തെ ഒപ്പ് കാണുന്നത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൊന്മള എന്ന് പറഞ്ഞ് നമ്മുടെ ഈ അൽഖാസിമിയ അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്നു. ഈ ഒപ്പ് വ്യാജമാണെന്ന് പറയാൻ പൊന്മള തയ്യാറാണെങ്കിൽ ഞാൻ ഏത് സ്ഥലത്ത് പോയി മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അന്ന് കാന്തപുരം ഉസ്താദിനെതിരെ നീങ്ങുകയും പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിൽ കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ചെയ്യുക എന്നൊരു ദൗത്യം മാത്രം സ്വന്തം ജീവിതത്തിൽ പഥ്യമാക്കിയിട്ട് വളരെ രഹസ്യമായി പ്രവർത്തിച്ചു വരികയാണ്. നിശാൻ വാഹിയോടൊപ്പമുള്ള ഞങ്ങളുടെ ഈ അന്വേഷണ യാത്രയിൽ ഒരുപാട് ഞങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരുപാട് കടന്നു പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അത് ഒരു അന്വേഷകന്റെ ബാധ്യതയുമാണ്. എന്നാൽ മാത്രമേ സത്യത്തോട് അടുക്കാനും എല്ലാ അന്വേഷണവും പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. ആ സമയത്ത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ രൂപഭാവങ്ങളെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ചെയ്തത്? സംഘടനയ്ക്ക് പുറത്തേക്ക് ഈ സന്ദേശം എത്തിക്കേണ്ടതില്ല. അങ്ങനെ എത്തിയാൽ നമ്മൾ സംഘടനയിൽ നിന്ന് പുറത്താകും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഈ ഉപജാപക വൃന്ദത്തിന്റെ തീരുമാനം സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ ദിവസവും നേതാക്കളെയും പ്രവർത്തകരെയും ബുദ്ധിപൂർവ്വം പൊന്മലയുടെ സംഭാഷണം അടക്കം കാണിച്ചുകൊണ്ടും മറ്റും അവർക്കിടയിൽ ബോധവൽക്കരണം നടത്തിയിട്ട് തിരുവേറ്റത്തിന് എതിരായി അവർ മാറിയാൽ പൊന്മലയുടെ അടുത്തേക്ക് ഇവരെ റിപ്പോർട്ട് ചെയ്യാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഈ ദൃശ്യങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന് ഇയാളെ പിന്തുണച്ച പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും അതിന് നേതൃത്വം നൽകാൻ വേണ്ടി വന്ന അലവി സക്കാഫി അടക്കമുള്ള ആളുകളും ഇത് നിഷേധിച്ചു വന്നാൽ ഒരു പൊതു സംവാദത്തിന് ഈ വിഷയത്തിൽ അലവി സക്കാഫിയുമായി തന്നെ നടത്താൻ അല്ലെങ്കിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുമായി നടത്താൻ സാധാരണക്കാരനായ ഞാൻ തയ്യാറുണ്ട്. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ അവർ തയ്യാറുണ്ടോ? സമസ്തയുടെ തന്നെ പണ്ഡിതന്മാർ അംഗീകരിച്ച ഒരുപാട് ആത്മീയ ഗുരുക്കന്മാരെ നിഷേധിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അൽഖാസിമി സുന്നികൾ ഏകകണ്ഠമായി ഇരു വിഭാഗം സുന്നികളും അംഗീകരിച്ചു വന്ന കാന്തപുരം ഉസ്താദിന്റെ ആദർശ വഴികാട്ടി കൂടിയായ ആത്മീയ ഗുരു മടവൂർ സി എം വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ പണ്ഡിതന്മാരും ആത്മീയ നേതാക്കളും വിളിച്ചു വന്നിരുന്ന സ്ഥാനപ്പേരിനെ പോലും അവമതിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത ദാരുണമായൊരു സംഭവം കൂടി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കാന്തപുരം ഉസ്താദിനെ എതിർക്കുക വഴിയും അതുപോലെ തിരുശേഷിപ്പുകളെ എതിർക്കുക വഴിയും സമൂഹത്തെ നാളിതുവരെയുള്ള സുന്നി പാതയിൽ നിന്ന് വഴിമാറ്റി നടത്തി ദൈവോപദേശത്തിന്റെ പാതയിലേക്ക് ബുദ്ധിപൂർവ്വം നയിക്കുകയാണ് ഇദ്ദേഹം എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഒറ്റയാൾ പോരാട്ടമായി ഈ രംഗത്ത് വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. കാരണം ഇദ്ദേഹത്തിന്റെ നാളും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പലതും വീക്ഷിച്ചപ്പോ പുറത്ത് വിദേഹത്തിനെതിരെ ശക്തമായി പറയുന്നതോടൊപ്പം ഉള്ളിലൂടെ ചില അഡ്ജസ്റ്റ്മെന്റ് ശ്രമങ്ങൾ നടത്തിയതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സംഘടനയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 3 നേതാക്കളെ ഈ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പറഞ്ഞയച്ചുകൊണ്ട് മുജാഹിദ് ജമാഅത്തിനോടൊപ്പം ഒന്നിച്ചിരുന്ന് നോമ്പുറക്കുന്നതിൽ തെറ്റില്ല എന്ന വിധത്തിൽ വരെ സമസ്ത പിളർന്ന കാലത്തുണ്ടായിരുന്ന ആദർശ തീവ്രതയിൽ നിന്ന് സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്ന ഒരു നയം കൂടി ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടായി വരുന്നുണ്ടെന്ന തിരിച്ചറിവ് കൂടി ഈ പോരാട്ടത്തിന് എന്നെ നിർബന്ധിതനാക്കുന്നു. പൊന്മലയുടെ നേതൃത്വത്തിലുള്ള തിരുദേശ വിരുദ്ധ നീക്കങ്ങളെ അപകടകരമായ അവസ്ഥയിലെത്തിക്കുമെന്നാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 1 മാസക്കാലം ഇന്ത്യയിലുള്ള തിരുകേശങ്ങൾ സൂക്ഷിക്കുന്ന അതുപോലെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള തിരുകേശങ്ങളുടെ സ്വീകാര്യതയും